നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പോലീസ് ക്രൂരതയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസ് വാഹന പരിശോധനയ്ക്കിടെ നിയമം ലംഘിച്ചാലോ ലഹരി കടത്തിയാലോ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വാഹന ഉടമ വരുന്നത് വരെ കാത്തു നിൽക്കാതെ പൊളിച്ചു വിറ്റ് പുട്ടടിച്ചാലോ? അത്തരത്തിൽ ഒരു അപ്പാവിയായ മനുഷ്യനോട് തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ്. ഇൻഷുറൻസ് അടവ് തെറ്റിയതിന് മേപ്പാടി പോലീസ് ഓട്ടോ പിടിച്ചെടുത്ത അന്ന് തുടങ്ങിയ ഓട്ടപ്പാച്ചിലാണ് ഇപ്പോഴും മുപ്പനാട് മുക്കിൽപീടിക സ്വദേശി NR നാരായണൻ. കാരണം 2018 ഡിസംബറിൽ പോലീസ് പിടിച്ചെടുത്ത ഓട്ടോ നാരായണനെ അറിയിക്കാതെ പോലീസ് പൊളിച്ച് തൂക്കി വിറ്റു. നഷ്ടപരിഹാരം തേടി അന്നു മുതൽ ഇദ്ദേഹം ചെന്നുമുട്ടാത്ത വാതിലുകളില്ല. 2 ലക്ഷം രൂപയുടെ ഓട്ടോയ്ക്ക് 10,000 രൂപ തരാമെന്നാണ് പോലീസ് പറഞ്ഞത്. ഞാനത് വാങ്ങണോ, നിങ്ങൾ പറയൂ എന്നാണ് വഴിമുട്ടിയ ജീവിതത്തിന് മുന്നിൽ നിന്നും നാരായണൻ ചോദിക്കുന്നത്. 1989 മുതൽ അയാൾ ഓട്ടോ ഓടിക്കുന്നതാണ്. വായ്പ എടുത്തായിരുന്നു ആ ഓട്ടോ വാങ്ങിയതും. 2018 പോലീസ് പരിശോധനയ്ക്കിടെ ഓട്ടോ പിടിച്ചെടുക്കുന്നത്. 1000 രൂപ പിഴയടച്ച് ഇൻഷുറൻസ് രേഖയുമായി എത്തിയാൽ വിട്ടുതരാമെന്നും പറഞ്ഞു. എറണാകുളത്തെ ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി പണി ചെയ്ത് ഇൻഷുറൻസിനുള്ള തുക ശരിയാക്കി. 2 മാസത്തിന് ശേഷം ഇൻഷുറൻസ് ഏജന്റിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴാണ് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് തകർക്കപ്പെട്ട ഓട്ടോ കണ്ടത്. എന്താ സാറന്മാരെ എന്ന് ചോദിച്ചപ്പോൾ പേടിപ്പിക്കുകയായിരുന്നു. ഓട്ടോ നശിപ്പിക്കും മുൻപ് പോലീസുകാർക്ക് എന്നെയോ വീട്ടുകാരെയോ ഒന്ന് വിളിക്കാമായിരുന്നു. ഇപ്പോഴും അതാണ് സങ്കടം എന്നാണ് നാരായണൻ പറയുന്നത്. പിന്നാലെ ഞാനൊരു വക്കീലിനെ കണ്ടു. അദ്ദേഹം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് പരാതി നൽകാൻ പറഞ്ഞു. അത് പ്രകാരം അതോറിറ്റിയിൽ നിന്നും ഒരു വക്കീലിനെയും ശരിയാക്കി തന്നു. തുടർന്ന് നടന്ന സിറ്റിംഗിൽ ഉടമ തേടിയെത്താത്തതിനാൽ 2022 മെയ്യിൽ വാഹനം ലേലം ചെയ്തു എന്നാണ് പോലീസ് മൊഴി നൽകിയത്. വാഹനം വീണ്ടെടുത്തു തരുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ സാധിക്കില്ല എന്നായിരുന്നു പോലീസ് നിലപാട്. 10,000 രൂപ വ്യക്തിപരമായി നൽകാമെന്ന് പോലീസുകാരൻ അറിയിച്ചെങ്കിലും നാരായണൻ അത് വേണ്ടെന്ന് വെച്ചു. പിന്നീട് കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയെങ്കിലും തനിക്ക് ഇതുവരെ നീതി കിട്ടിയില്ല എന്നും നാരായണൻ പറയുന്നുണ്ട്. ഉപജീവന മാർഗം തകർന്നതോടെ ജീവിതമാകെ പ്രതിസന്ധിയിലായെന്നും അദ്ദേഹം പറയുന്നു. ഹോട്ടലുകളിലും ചായക്കടയിലും സഹായിയായി ജോലി ചെയ്തും ഭാര്യ കൂലിപ്പണിയെടുത്തുമാണ് കുടുംബം മുന്നോട്ട് പോയത്. ഇനിയൊരു ഓട്ടോ വാങ്ങാൻ തനിക്ക് ശേഷിയില്ല. പക്ഷേ അർഹമായ നഷ്ടപരിഹാരമെങ്കിലും അനുവദിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാരായണന്റെ ആവശ്യം. പോലീസ് ഈ ചെയ്തത് ഇത്തിരി കടുത്തുപോയെങ്കിലും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. സർക്കാർ ശമ്പളം കൊടുത്തിട്ട് വേണ്ടി അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ പിന്നെ കിട്ടുന്നതൊക്കെ തൂക്കിയും മറിച്ചും വിറ്റവർ അവരുടെ കുടുംബം കഴിയാനുള്ള വക കണ്ടെത്തും. ഇൻഷുറൻസ് തീർന്നവരും നിയമം പാലിക്കാത്തവരും ഒന്ന് സൂക്ഷിച്ചോ. പോലീസ് വണ്ടി കൊണ്ടുപോയാൽ പഴയതുപോലെ സ്റ്റേഷന് മുന്നിൽ നിരത്തി പൊടി പിടിപ്പിക്കില്ല. കിട്ടിയാൽ അപ്പോ തന്നെ വിറ്റ് പുട്ടടിക്കും.